കാലം മുമ്പ് വരെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമില്ല എന്നത് ഒരു തർക്കവിഷയമേ ആയിരുന്നില്ല. നമുക്ക് കേരളത്തിന് പുറത്തുള്ള ഒരു കൂട്ടർ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനം വേണം എന്ന ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇതേ ആവശ്യവുമായി കേരളത്തിനകത്തും പലരും മുന്നോട്ട് വന്നു. സമത്വവാദമാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ വിശ്വാസങ്ങളും ആചാരങ്ങളും തെറ്റിക്കാൻ പാടില്ല എന്ന് മറുകൂട്ടർ. ഇന്ന് ഈ വിഷയം ഒരു പ്രക്ഷോഭമായി മാറുന്നുണ്ടോ? ഇതാണ് നമ്മൾ ഇന്നത്തെ സെൽഫിയിൽ ചർച്ച ചെയ്യുന്ന വിഷയം. നാരികേറ മലയാണോ ശബരിമല? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ രാഹുൽ ഈശ്വർ, ബിന്ദു കൃഷ്ണ, മുഹമ്മദ് ഖാൻ, എം സചീന്ദ്രൻ, കെ സിസിലി, ഡോക്ടർ ശ്രീകല. നമുക്ക് ആദ്യം രാഹുലിൽ നിന്ന് തന്നെ തുടങ്ങാം. രാഹുൽ, ഈ വിഷയം സംസാരിച്ചു മടുത്തോ? ഇല്ല, ഈ വിഷയം നമ്മുടെ നാട്ടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കൂടുതലൊരു ബോധം ആൾക്കാരിലേക്ക് പകരാൻ സഹായിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആർത്തവകാലം സ്ത്രീകൾക്ക് ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശബരിമലയുടെ കോണ്ടെക്സ്റ്റിൽ ശരിയല്ല. കാര്യം ശബരിമലയിൽ യുവതികളായ ആരും പോകുന്നില്ല. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾ പോകുന്നു, 50 വയസ്സിന് മേലുള്ളവർ പോകുന്നു. അപ്പം യുവതികളാണ് അവിടെ പ്രശ്നം, ആർത്തവമല്ല. രണ്ട്, ഇതേ ശബരിമല തന്ത്രിയുടെ ഭാര്യയാണ് ചെങ്ങന്നൂർ ദേവിയുടെ പീരീഡ്സ്, മെൻസസ്, തൃപ്പൂത്ത് ആഘോഷിക്കുന്നത്. അപ്പോൾ ആർത്തവത്തെ നെഗറ്റീവായി കാണുകയല്ല. 3, ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നതിൻ്റെ പ്രിമൈസ് നമുക്ക് വിശ്വസിക്കാതിരിക്കാം, പക്ഷേ അത് പറയുന്നതിൻ്റെ റീസൺ, അമ്പലം ലോകത്തെല്ലായിടത്തും ദൈവം ഉണ്ടല്ലോ, പിന്നെ എന്തിനാ അമ്പലത്തിൽ പോണേ? അതിൻ്റെ റീസൺ, ടെമ്പിൾ ഒരു സ്പെസിഫിക് സ്പിരിച്വൽ എക്സ്പീരിയൻസ്, ആത്മീയ അനുഭവം ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതാണ്. അത് ശരിക്കും പറഞ്ഞ ഒരു എനർജി സെൻ്ററാണ്, പ്രെയർ ഹോൾ അല്ല. ഇതാണ് അതിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ഇത്രയും കലശങ്ങൾ ഉണ്ടാകുന്നത്, കൊടിമരം ഉണ്ടാകുന്നത്, മനുഷ്യ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. സ്ത്രീകളുടെ ഈ സമയങ്ങളിൽ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയങ്ങളിൽ അവർക്കുണ്ടാകുന്ന ബയോളജിക്കൽ ചേഞ്ചസും ഹോർമോണൽ ചേഞ്ചസും ഈ എനർജിയോടും വൈബ്രേഷനോടും ചേർന്ന് നിൽക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ക്ലെയിം. അത് വിശ്വസിക്കാതിരിക്കാം, പക്ഷെ ഇതാണ് അതിന്റെ അടിസ്ഥാനം. പക്ഷെ ഇതും ശബരിമലയായ ബന്ധമില്ല. എന്തുകൊണ്ട് ചേർന്ന് നിൽക്കുന്നില്ല? ചേർന്ന് നിൽക്കാത്ത വേറെ കൊണ്ടല്ല, ആ സമയത്ത് ബോഡിയിൽ വരുന്ന, ഉദാഹരണം ഇന്നലെ കൂടെ ഒരു ഡോക്ടർ പറഞ്ഞ ആർഗ്യുമെന്റ് ആണ്, ആ സമയത്ത് ഈ സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചസിൽ അവർക്ക് റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാകുന്നു, കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്നു, അവർക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാകുന്നു. അപ്പൊ ഈ സമയത്ത് എല്ലാവരുടെയും കൂടെ തെള്ളി ക്യൂ നിന്നിട്ട് അവിടെ പോകുന്നത് എന്തിനാ? നിങ്ങൾക്ക് വീട്ടിലും തൊഴാമല്ലോ, വീട്ടിൽ തന്നെ പലരുടെയും വെച്ചാരാധനയുണ്ട്, പൂജയുണ്ട്. ഇതാണ് അവരുടെ ക്ലെയിം. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അതിന് ഒരു മറുപടിയും കൂടെ ഉണ്ട്. അത് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്താൽ മതി. ഉദാഹരണം, ചെങ്ങന്നൂർ ദേവിയുടെ പീരീഡ്സ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഉത്സവങ്ങളിൽ ആണുങ്ങൾ പോകാറില്ല. അപ്പൊ എന്താ, ആണുങ്ങൾക്ക് എന്തെങ്കിലും അശുദ്ധി ഉള്ളതുകൊണ്ടാണോ? അല്ല, ഇത് സ്ത്രീകൾക്ക്, ഇതൊരു മെൻസ് ഹോസ്റ്റലും ഫീമെയിൽ ഹോസ്റ്റലും പോലെ ഒരു ഡിഫറൻസിയേഷൻ ആണ്, ഡിസ്ക്രിമിനേഷൻ അല്ല. പക്ഷെ ഇത് ശബരിമലയ്ക്ക് ആപ്ലിക്കബിൾ അല്ല. കാരണം ശബരിമലയിൽ പീരീഡ്സ് അല്ലാത്ത സമയങ്ങളിൽ യുവതികൾ പോകാറില്ല. കാരണം അവിടുത്തെ പ്രതിഷ്ഠ നൈഷ്ഠിക ബ്രഹ്മചര്യമാണെന്നുള്ള വാദഗതിയാണ് അതിന്റെ ബേസ്. ശബരിമലയെ കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. അതിലേക്ക് പെട്ടെന്ന് വന്ന് 30 സെക്കൻഡിൽ പറയുകയാണെങ്കിൽ, ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രസിദ്ധമായ ഐതിഹ്യമാലയാണ്. അപ്പം അതിൽ ശബരിമലയെക്കുറിച്ചുള്ള റെഫറൻസ് ആണ്. ശബരിമലയുടെ ആ നേച്ചർ മനസ്സിലാക്കാൻ, ആ ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ കൂടിരിക്കുന്നത് മുസ്ലിം മതവിശ്വാസിയായ വാവരും ഈഴവ സമുദായക്കാരനായ കടുത്ത സ്വാമിയുമാണ്. നൂറ്റാണ്ടുകളായി അവിടെ ജാതീയതയുടെ പ്രശ്നമില്ല, തൊട്ടുകൂടായ്മയുടെ പ്രശ്നമില്ല, തീണ്ടിക്കൂടായ്മയുടെ പ്രശ്നമില്ല, മതവർഗീയതയുടെ പ്രശ്നമില്ല. ആയിരക്കണക്കിന്, അല്ലെങ്കിൽ കൃത്യം പറഞ്ഞാൽ ഏകദേശം 950 to 1000 ഇയേഴ്സായി എല്ലാ ജാതി മത സമുദായങ്ങളെയും പുൽകുന്ന, ഞങ്ങളെല്ലാം ശബരിമലയിൽ പോകുമ്പോൾ പോലും അവിടെ വാവരുസ്വാമിയുടെ എരുമേലി പള്ളി കയറി തൊഴുതിട്ട് അർത്തുങ്കൽ ക്രിസ്ത്യൻ പള്ളി കയറി തൊഴുതിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ കപട പുരോഗമനവാദം മാത്രം പാടില്ല. ഇനി 2, അവിടുത്തെ സ്പെസിഫിക് ഡീറ്റി, സ്ട്രിക്ട്ലി പറഞ്ഞാൽ മിസ്റ്റർ അയ്യപ്പൻ എന്നൊരാൾ, ദൈവമായ അയ്യപ്പനെ നമുക്ക് വിടാം, മിസ്റ്റർ അയ്യപ്പൻ എന്നൊരാൾ ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് അവിടുത്തെ ധർമ്മശാസ്ത്ര വിഗ്രഹത്തിൽ അവിടുത്തെ ഉദയനൻ എന്ന ആളെ കൊന്നതിന് ശേഷം, വാവറുടെ സഹായത്തോടെ കൊന്നതിന് ശേഷം, അയ്യപ്പന് ഒരു നായർ പട്ടാളം ഉണ്ടായിരുന്നു, മുസ്ലിം പട്ടാളം ഉണ്ടായിരുന്നു. അതാണ് വാവർ സ്വാമി അതിനെ ഹെഡ് ചെയ്തിരുന്നത്. ഈ വിഗ്രഹത്തിലേക്ക് വിലയം ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ബാക്കി അയ്യപ്പ ക്ഷേത്രങ്ങളിലെല്ലാം യുവതികൾക്കും ഏത് പ്രായക്കാർക്കും പോവാം. അപ്പോൾ ഒരു ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം ആ ക്ഷേത്രത്തിന്റെ ആത്മീയ സങ്കല്പമാണ്. ഞങ്ങളതിനെ പ്രതിഷ്ഠാ സങ്കല്പം എന്ന് വിളിക്കും, ടെമ്പിൾ ഫിലോസഫി എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അയ്യപ്പന് ഇഷ്ടമുള്ളൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ഈഴവ സമുദായത്തിൽ പറഞ്ഞ ലളിത എന്നാണ്. ആ ലളിതയാണ് മാളികപ്രഥമയായിട്ട് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പക്ഷേ ആ ജീവിതം വേണ്ട, ഗൃഹസ്ഥനാവണ്ട, നാടിന് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ജീവിതം ഉപേക്ഷിക്കുകയും നൈഷ്ഠിക ബ്രഹ്മചാരി അവിടെ പോവുകയും ചെയ്തതാണ്. ഇത്രയും റിച്ചായ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലത്തിനെ ഒരു കേവല സമത്വവാദത്തിന്റെ പേരിൽ അപമാനിക്കരുത്, അല്ലെങ്കിൽ അപകീർത്തിപ്പെടുത്തരുത്, വിവാദത്തിലേക്ക് വലിച്ചഴക്കരുത് എന്നുള്ളതാണ് എൻ്റെ ന്യായം. ഇതിൽ സമത്വവാദം തന്നെ ആണോ ശ്രീകലയുടെയും അഭിപ്രായം? ഈ
രാഹുൽ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്തെന്നാണല്ലോ ചോദ്യം വന്നത്. അതുകൊണ്ട് രാഹുൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് തന്നെ ഞാൻ തുടങ്ങുകയും ചെയ്യാം. കേവല സമത്വവാദം എന്ന് പറഞ്ഞ പ്രയോഗത്തോട് തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. കാരണം സമത്വവാദമാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ള വാദം. മനുഷ്യരെ ആകെ ഒരുപോലെ കാണുക എന്ന് പറയുന്നതിൽ പരം വേറെന്താ ഉള്ളത്? എന്ത് വിശ്വാസത്തിൻ്റെയും കീഴ്വഴക്കത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിലാണെങ്കിലും മനുഷ്യരെ മനുഷ്യരായി കാണുക, ആ മനുഷ്യരിൽ സ്ത്രീകളും ഉണ്ട് എന്ന് അംഗീകരിക്കുക, അത് വളരെ പ്രധാനമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില വിശ്വാസങ്ങൾ, അത്തരം വിശ്വാസങ്ങളെ നമുക്ക് പാടെ തള്ളിക്കളഞ്ഞുകൊണ്ട് നമുക്കൊരു സംസ്കാരത്തെക്കുറിച്ച് പോലും സംസാരിക്കാൻ കഴിയില്ല. കേവലം ഭൗതികമായിട്ടുള്ള കാര്യങ്ങളെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെയും സമീപിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഭരണഘടന പല മൂല്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിലും പ്രത്യേക നിയമങ്ങളിലൂടെ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വേറെ ഉണ്ടാകേണ്ടി വരുന്നത് അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതിനകത്ത് വിശ്വാസത്തിൻ്റെ, ശബരിമലയെ മാത്രം ആസ്പദമാക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്, അതിൽ വിശ്വാസത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതേസമയം അവിടെ ഈ പറഞ്ഞതുപോലെ സ്ത്രീകളോടുള്ള മനോഭാവത്തിൻ്റെ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള സ്ത്രീ വിരുദ്ധതയുടെ ഒരു തലവുമുണ്ട്. അപ്പോൾ ഇത് സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. നമ്മൾ വളരെ പെട്ടെന്ന് വൈകാരികമായി ഒരു തീരുമാനത്തിലെത്താനോ, അതുകൊണ്ടാണ് കോടതി പോലും എത്ര കാലമായി അങ്ങനെ ഇവിടെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പോലും കോടതി ഒരു നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത്, ഒരു വിധി പ്രഖ്യാപനമല്ല നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ഭരണഘടനയുടെ വളരെ പ്രകടമായ പ്രത്യക്ഷമായ ലംഘനമാണ് എന്ന് ആർക്കും വ്യക്തമാണ്, അവകാശ നിഷേധമാണ്. അതിൽ പോലും കോടതി ഒരു വിധി പ്രസ്താവന നടത്തുന്നില്ല, ഒരു നിരീക്ഷണമാണ് നടത്തിക്കൊണ്ട് സമൂഹത്തിന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യാപകമായ ചർച്ചയുണ്ടായി എന്നുള്ളത് നമുക്ക് ആശ്വാസകരമാണ്. ഞാൻ പറയുന്നത് ഇത് സങ്കീർണമായൊരു പ്രശ്നമാണ്. വൈകാരികമായി മാത്രം നമുക്കൊരു തീരുമാനം എടുക്കാനോ സമീപിക്കാനോ കഴിയുന്നൊരു കാര്യമല്ല. പക്ഷേ അതിനർത്ഥം കൂടുതൽ യാഥാസ്ഥിതികമായിട്ടുള്ള ഒരു തലത്തിലേക്ക് ഈ പ്രശ്നത്തെ കൊണ്ടുപോകരുത്. നമ്മൾ മുന്നോട്ടാണ് പോകേണ്ടത്. ഇവിടെ ക്ഷേത്രത്തിൽ മനുഷ്യർക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്ന ഒരു സമൂഹമാണ് കേരളം. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ സ്ത്രീകളെയും താഴ്ന്ന ജാതിക്കാരെന്ന് വിശേഷിപ്പിക്കപ്പെട്ടവരെയും മാറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹമാണ്. അതിനുമൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ താഴ്ന്ന ജാതിയിൽ പെട്ടവരെന്ന് പറഞ്ഞിരുന്നവർ പ്രവേശിക്കുന്നതിന് എതിരെ ഉന്നയിക്കപ്പെട്ട വാദങ്ങൾക്കും രാഹുൽ ഇവിടെ ഉന്നയിച്ചതുപോലെ ചരിത്രത്തിൻ്റെയും കീഴ്വഴക്കങ്ങളുടെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ പിൻബലമുണ്ടായിരുന്നു. അതിനുവേണ്ടി വാദിച്ചവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കണമെന്നോ അല്ലെങ്കിൽ ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗമായോ മതവിശ്വാസത്തിൻ്റെ ഭാഗമായോ അതിനനുകൂലമായി നിന്നവരായിരുന്നില്ല. അത് മനുഷ്യാവകാശത്തിൻ്റെ ഭാഗമായി കണ്ട് അതിനുവേണ്ടി മുന്നോട്ട് വന്നവരാണ്. സമാനമായിട്ടുള്ള ഒരു തലമാണ് ഈ കാര്യത്തിൽ നമ്മൾ കാണേണ്ടത് എന്നെനിക്ക് തോന്നുന്നു. സജീന്ദ്രൻ സാർ, ഇത് യഥാർത്ഥത്തിൽ ഒരു നിയമപ്രശ്നമാണോ വിശ്വാസത്തിൻ്റെ പ്രശ്നമാണോ? ഇതിൽ എനിക്ക് തോന്നുന്നു രണ്ടും ഉണ്ട്, ഇടപെട്ടിരിക്കുന്നു. ഞാൻ രാഹുലിൻ്റെ നിരീക്ഷണം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. സാധാരണ വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ യുക്തിപൂർവ്വം രാഹുൽ ഓരോ കാര്യത്തെയും സമീപിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് രാഹുൽ പറയാൻ മറന്നുപോയതോ വിട്ടുപോയതിലൊരു കാര്യമുണ്ട്. 1991 എസ് മഹേന്ദ്ര വേഴ്സസ് ദ സെക്രട്ടറി ഓഫ് ട്രാവൻകൂർ എന്ന് പറഞ്ഞിട്ടൊരു കേസുണ്ട് 1991. ആ കേസിൽ നമ്മൾ സൂക്ഷ്മമായിട്ട്, ആ കേസിൻ്റെ വിധിയല്ല ഞാൻ പറയുന്നത്, വിധി എല്ലാവർക്കും അറിയുന്നതാണ്. ആ കേസിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള 2 സ്റ്റേറ്റ്മെൻറ്റ് ദേവസ്വം ബോർഡിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഒന്ന് കൊടുക്കുന്നത് ദേവസ്വം ബോർഡിൻ്റെ കമ്മീഷണറാണ് എസ് ചന്ദ്രിക, മറ്റൊന്ന് കൊടുക്കുന്നത് തന്ത്രിയാണ്. കമ്മീഷണർ അതിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വേർഡിങ്സ് ഇതാണ്: ഫോർ ദ ലാസ്റ്റ് 20 years women irrespective of their age were allowed to visit the temple when it opens for monthly pujas. They were not permitted to enter the temple during Mandalam, Magaravilakku and Vishu seasons. എന്ന് പറഞ്ഞാൽ മണ്ഡലം, മകരവിളക്ക്, വിഷു സീസണിൽ ഒഴിച്ചിട്ട് ബാക്കി മാസത്തിലെ പൂജകളുടെ സമയത്ത് കഴിഞ്ഞ 20 വർഷമായിട്ട് സ്ത്രീകൾക്ക് അവിടെ പ്രവേശനം കൊടുത്തിരുന്നു, എല്ലാ ഏജിലും. മാത്രമല്ല ഈ ചന്ദ്രിക ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, അവരുടെ പേരക്കുട്ടിയുടെ ചോറൂണ് അവിടെ വെച്ചാണ് നടത്തിയത്, വീട്ടിലെ ബാക്കി ആൾക്കാരൊക്കെ പങ്കെടുത്ത് എന്ന് പറഞ്ഞാൽ ഈ വാദവും, അപ്പോൾ ഈ വാദം ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള കാരണം ദേവസ്വം ബോർഡ് പറഞ്ഞത് ദേവസ്വം ബോർഡിന് വേണ്ടി പറയാനുള്ള സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അധികാരം തന്ത്രിക്കാണ്. ഓക്കെ, തന്ത്രിയുടെ വാദം ആ തരത്തിൽ നമുക്ക് സ്വീകരിക്കാം. പക്ഷേ വസ്തുതയല്ലാതെയായിട്ട് മാറുന്നില്ല. തന്ത്രി പറഞ്ഞത് 1950 മുമ്പ് പോലും ഇവിടെ
സ്ത്രീകൾ പ്രവേശിക്കാറേ ഇല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. അതാണ് കോടതി അംഗീകരിച്ചത്. ഞാൻ പറഞ്ഞത് ഇത് സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള അധികാരം ആർക്കാണെങ്കിലും ഒരു സാക്ഷിമൊഴി എന്നുള്ള തരത്തിലെങ്കിലും ചന്ദ്രികയുടെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ ഈ നേരത്തെ രാഹുൽ പറഞ്ഞിരിക്കുന്ന ഈ നൈഷ്ഠിക ബ്രഹ്മചാരി, അതുപോലെ പിന്നെ 41 ദിവസത്തെ വ്രതം, ഈ വാദമുഖങ്ങളൊക്കെ പൊളിഞ്ഞു പോവും. അവിടെ മറ്റു മാസങ്ങളിൽ ആഴ്ചയിൽ ഒരു 5-6 ദിവസം സ്ത്രീകൾക്ക് പോകാമെങ്കിൽ എന്തുകൊണ്ട് മറ്റു സമയത്ത് പോയിക്കൂടാ എന്ന ചോദ്യം ഉയർന്നു വരികയും ചെയ്തു. അതിന് രാഹുൽ മറുപടി പറയേണ്ടതുണ്ട്. ശ്രീ സജീന്ദ്രൻ സാർ പറഞ്ഞാണ് ഇതുവരെ ശരിക്കും കേട്ട ഏറ്റവും സ്റ്റാൻഡേർഡ് ഉള്ള നല്ല കൗണ്ടർ ആർഗ്യുമെന്റ്. സത്യസന്ധമായി പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ ആരെയും കുറ്റം പറഞ്ഞൊരു വിവാദത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇതിന്റെ സത്യം എന്താണെന്ന് 200 വർഷം മുമ്പ് ബ്രിട്ടീഷുകാരായ 2 പട്ടാള ഉദ്യോഗസ്ഥർ വാർഡ് ആൻഡ് കോർണർ റിപ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ഈ പുസ്തകം കേരള ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് 94 റീപബ്ലിഷ് ചെയ്തതാണ്. ഇതിൽ 200 വർഷം മുമ്പ് ഒരു വാർഡും കോർണറും ഇന്ന് നമുക്ക് കള്ളം പറയാൻ വേണ്ടി എഴുതില്ലല്ലോ. അവർക്ക് യാതൊരു സ്ഥാപിത താല്പര്യങ്ങളുമില്ല. അവർ ശബരിമലയെക്കുറിച്ച് എഴുതാനും അല്ല വന്നത്. തിരുവിതാംകൂർ കൊച്ചിയിലെ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ച് എഴുതുന്ന സമയത്ത് പേജ് നമ്പർ 136, 137 അവർ ഏകദേശം 200 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ജനുവരി 12 വന്നിട്ട് എഴുതുന്നു, ശബരിമലയിൽ 15,000-ഓളം ആൾക്കാർ ഇന്നുണ്ട്. അതായത് അന്ന് ട്രെയിനില്ല, സ്റ്റീം എഞ്ചിനില്ല, വണ്ടികളില്ല, 15,000-ഓളം ആൾക്കാർ നടന്ന് അവിടെ എത്തിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും അന്തർഭാഗങ്ങളിൽ നിന്നാണ് ആൾക്കാർ വരുന്നത്. അടുത്താണ് പ്രധാനം, ഇവിടെ കൊച്ചു പെൺകുട്ടികളും പ്രായമായ സ്ത്രീകളും വരും. പക്ഷേ ഒരു യുവതികൾക്ക് ഇവിടെ പ്രവേശനമില്ല. കാര്യം ഇവരുടെ വിശ്വാസം ഇവരുടെ ദേവൻ ബ്രഹ്മചാരിയാണ് എന്നുള്ളതാണ്. ഇത് ബ്രിട്ടീഷുകാർ 200 വർഷം മുമ്പ് എഴുതിയതാണ്. സത്യസന്ധമായി പറഞ്ഞാൽ അവിടെയൊക്കെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഇന്ത്യക്കാർക്ക് പൊതുവേ ചരിത്രത്തിനോടുള്ള ടേസ്റ്റ് വളരെ കുറവാണ്. നമ്മളെല്ലാം ഈ പുരാണ കഥകളും അത്തരം കാര്യങ്ങളാണ്. ബ്രിട്ടീഷുകാരുടെ ഈ രേഖയാണ് ഈ കേസ് തോക്കാതിരിക്കുന്നെങ്കിൽ ഈ ബ്രിട്ടീഷുകാരുടെ രേഖ മാത്രമാണ് നമുക്ക് അടിസ്ഥാനം. എൻ്റെ കൗണ്ടർ ആർഗ്യുമെന്റ്, നൈഷ്ഠിക ബ്രഹ്മചര്യ പ്രതിഷ്ഠയുണ്ട് എന്ന് ഇതേ വിധിയിൽ 39-ാം പാരാഗ്രാഫ് 40-ാം പാരാഗ്രാഫിൽ ജസ്റ്റിസ് പരിപൂർണൻ മാരാർ സാറിന്റെ ബെഞ്ചാണ്. പരിപൂർണൻ സാറിനാണ് ഏറ്റവും നല്ല ദേവസ്വം ജഡ്ജി എന്ന് പേര് കേട്ട വ്യക്തി. അവർ ദേവസ്വം ബോർഡിന്റെ വാദഗതികളെ പരിശോധിച്ചിട്ട് പറയുന്നുണ്ട്, ദേവസ്വം ബോർഡ് കുറെ വാദഗതികൾ പറയുന്നുണ്ട്, പക്ഷേ ഇതിനേക്കാൾ എല്ലാം ഫണ്ടമെന്റൽ ആയ ഒരു റീസൺ, അത് തന്നെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ദർ ഈസ് എ റീസൺ മോർ ഫണ്ടമെന്റൽ. ഇവിടെ ഇരിക്കുന്ന മൂർത്തിയുടെ പ്രതിഷ്ഠാ സങ്കല്പം നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവത്തിലുള്ളതാണ്. ഓരോ അമ്പലത്തിനും ഓരോ പ്രത്യേകതയാണ്. ഇല്ലെങ്കിൽ എല്ലാ അമ്പലങ്ങൾക്കും ഒരുപോലെ ആയിപ്പോയില്ലേ? ഒരു സ്ഥലത്ത് ദേവിക്ക് രൗദ്രഭാവമാണ്, ഒരു സ്ഥലത്ത് കോപിഷ്ഠയാണ്, ഒരു സ്ഥലത്ത് ഇപ്പം കുളത്തൂപ്പുഴ ബാലരൂപത്തിലുള്ള അയ്യപ്പനാണ്. അതേപോലെ എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്ക് കാര്യം സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ശബരിമല മാത്രമാണ് ഈ അയ്യപ്പ ക്ഷേത്രം. നേരത്തെ പറഞ്ഞ അയ്യപ്പന് മറ്റു ക്ഷേത്രങ്ങളില്ല, അവിടെയൊക്കെ നമ്മൾ അതെല്ലാം ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളാണ്. അത് മറ്റൊരു ഹിസ്റ്റോറിക്കൽ ഡിബേറ്റ് ആണ്. പെട്ടെന്ന് ഒറ്റ വരി പറഞ്ഞാൽ അവിടെ ഇപ്പം ഗുരുവായൂരുള്ള യഥാർത്ഥ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്, നമ്മൾ കൃഷ്ണരൂപത്തിൽ ആരാധിക്കുന്നു. അതേപോലെ ശബരിമലയിലുള്ള ആദിമ പ്രതിഷ്ഠയും ബാക്കി അമ്പലങ്ങളിലുള്ള പ്രതിഷ്ഠാഭാവം ധർമ്മശാസ്താവാണ്. പക്ഷേ അയ്യപ്പന് ശേഷം ഏകദേശം ഒരു 1000 വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പ ഭാവത്തിലാണ് അത് ആദരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തെ എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും ഏത് യുവതികൾക്കും ഏത് സമയത്തും കയറാം. പക്ഷേ ഈ അമ്പലത്തിന്റെ യുണീക്ക്നെസ് പ്രത്യേകത ഇത് മാത്രമാണ്. ഇനി 2 കോൺസ്റ്റിറ്റ്യൂഷണൽ ആർഗ്യുമെന്റ്, അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ വയലേഷൻ അല്ല. 5 ഫണ്ടമെന്റൽ റൈറ്റ്സിൽ 2 എണ്ണം, ആർട്ടിക്കിൾ 14 റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ഫെയ്ത്ത്, റൈറ്റ് ടു റിലീജിയൻ. ഈ ആർട്ടിക്കിൾ 14-ഉം ആർട്ടിക്കിൾ 25-ഉം തമ്മിലുള്ള ഒരു ഫൈറ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഏത് ജയിക്കുമെന്ന് സുപ്രീം കോടതിയുടെ വിധിന്യായത്തിലേ വരൂ. പക്ഷേ ഈ ചർച്ചയുടെ പ്രസക്തി, സുപ്രീം കോടതി എന്ത് തീരുമാനം എടുത്താലും അത് എല്ലാ അമ്പലങ്ങൾക്കും പള്ളികൾക്കും ബാധകമായ രീതിയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന, ഇന്ത്യയുടെ ജുഡീഷ്യൽ ഹിസ്റ്ററിയിലും ഒരുപക്ഷെ കൾച്ചറൽ ഹിസ്റ്ററിയിലും വലിയ സ്വാധീനം ഉണ്ടാക്കാൻ പോകുന്ന ഒരു വിധിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ വാദം, ഞങ്ങളുടെ ഭാഗം ജയിക്കണമെന്നുള്ളതാണ്. പക്ഷേ ഈ ആർട്ടിക്കിൾ 14 വേഴ്സസ് ആർട്ടിക്കിൾ 25 എങ്ങനെ വരുന്നു എന്ന് കാത്തിരുന്ന് കാണും. ബിന്ദു, ഇതിലൊരു ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രശ്നമുണ്ട്. സമൂഹം പൊതുവെ പറയുന്നത് അത് തന്നെയാണ്. ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ഏത് ഭാഗത്ത് നിൽക്കും? പൊളിറ്റീഷ്യനായിട്ട് ഇവിടെ സംസാരിക്കണ്ട. പൊളിറ്റീഷ്യനായാലും അല്ലെങ്കിലും ആത്യന്തികമായൊരു ഭക്തയാണ് ഞാൻ. ക്ഷേത്ര ആരാധന നടത്തുന്ന ഒരു ഹിന്ദു വനിത എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം ശബരിമല അയ്യപ്പനെ ദർശിക്കുവാൻ ഭഗവാൻ ഒരു അവസരം തരണമേ എന്നുള്ളതാണ്. അവിടെ ഞാൻ സ്ത്രീ ആയതുകൊണ്ട് ഏത് വിശ്വാസ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും ഏത് ചരിത്ര ഗ്രന്ഥങ്ങളുടെ പിൻബലത്തോടു കൂടിയാണെങ്കിലും, അതുമല്ല ഭരണഘടനയുടെ മതവിശ്വാസത്തിനുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ പിൻബലത്തോടു കൂടിയാണെങ്കിലും എന്നെപ്പോലെയുള്ള സ്ത്രീകളെ മാറ്റി നിർത്തുന്നതിനോട് ഒരു കാരണവശാലും എനിക്ക് യോജിക്കാൻ കഴിയുകയില്ല. ഒരു പക്ഷേ അത്തരം കാര്യങ്ങളോട് യോജിക്കണമെന്ന് പറയുന്നവർ
ശബരിമല അയ്യപ്പനെ പോയി കണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. ഫെമിനിസ്റ്റ് ചിന്താഗതിയാണ് അത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് പറയുന്നവരുണ്ട്. ഞാൻ ഫെമിനിസ്റ്റ് അല്ല. എല്ലാ ബഹുമാനത്തോടും എല്ലാ പുരുഷന്മാരുടെ അവകാശങ്ങളെ നിലനിർത്തിക്കൊണ്ടും അവരുടെ ഒപ്പം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ സ്ത്രീയാണ്. പിന്നെ എന്തുകൊണ്ട് ശബരിമല അയ്യപ്പനെ കാണാൻ സ്ത്രീകളെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അശുദ്ധിയുടെ പേരിലാണ് മാറ്റി നിർത്തുന്നത്. ഞാൻ അശുദ്ധയല്ല. ഏതൊരു പുരുഷനോടൊപ്പമോ അതിനേക്കാളേറെയോ വ്രതകാര്യങ്ങളിൽ നിഷ്ഠയുള്ളവരാണ് ലക്ഷക്കണക്കായ കേരളത്തിലെ ഭക്തകളായ സ്ത്രീകളെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ എവിടെയെങ്കിലും ഡേ ടു ഡേ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഓടി ഒന്ന് അമ്പലത്തിൽ കയറാൻ പറഞ്ഞാൽ നമ്മൾ പോകില്ല. നമ്മൾ കുളിച്ച് ശുദ്ധമാണ് എന്ന് രാവിലെ കുളിച്ചിട്ട് ഇറങ്ങിയാൽ പോലും എവിടെയെങ്കിലും ഒരിടത്ത് പോയിട്ട് സംസാരിച്ചിട്ട് നേരെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞാൽ പോകില്ല. അത്രയ്ക്ക് വ്രതനിഷ്ഠയോടുകൂടി സ്ത്രീകൾ പോകുമ്പോൾ നമ്മൾ മത്സ്യമാംസം കഴിച്ചാൽ പോലും നമ്മൾ അന്നത്തെ ദിവസം പോകുകയില്ല. അത് അത്തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഇവർ ഭയപ്പെടുന്നത് പോലെ, ഇതിനെ പിന്താങ്ങുന്നവർ ഭയപ്പെടുന്നത് പോലെ ഒരിക്കലും കേരളത്തിലെ സ്ത്രീകൾ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസമില്ല. പിന്നെ എന്തിൻ്റെ പേരില ചേച്ചി സൂചിപ്പിച്ചതുപോലെ ഇതൊരു ജെൻഡർ ഇക്വാളിറ്റി, ശാസ്ത്രീയമായോ അല്ലാതെയോ അയ്യപ്പൻ്റെ ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെയുള്ള ബ്രഹ്മചര്യ ഭാവത്തിൽ ആരൊക്കെ ചരിത്രത്തിൽ ജീവിച്ചിട്ടുണ്ടോ അവർക്ക് എല്ലാ സപ്പോർട്ടും കുടുംബാംഗങ്ങളും സമൂഹത്തിലുള്ളവരും ചെയ്തിട്ടുണ്ട് സ്ത്രീകൾ. പിന്നെ അശുദ്ധം എന്ന് പറയുന്നത് ഞാൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടി, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ആ കാര്യങ്ങൾ തുടർന്നുകൊണ്ട് പോകുക. അല്ലാതെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയോ ബയോളജിക്കലായിട്ടുള്ള ഓരോ പ്രോസസ്സും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ചെറുപ്പം മുതൽ അത്തരം കാര്യങ്ങൾ പോകുന്നത്. അതിൻ്റെ പേര് സ്ത്രീയെ മാറ്റി നിർത്തുന്നത് ശരിയല്ല. പിന്നെ പറയുന്നവർ തന്നെ 41 ദിവസത്തെ വ്രതം എടുക്കണം, അതുകൊണ്ട് മാറ്റിയത്. ആധുനിക കാലഘട്ടത്തിൽ എവിടെ വ്രതം എടുക്കുന്നു? 2 ദിവസം വ്രതം എടുക്കും. 2 ദിവസത്തെ എടുക്കുന്നവരുണ്ട്, ഒരാഴ്ചത്തെ എടുക്കുന്നവരുണ്ട്. അവരവരെ സൗകര്യാനുസരിച്ച് നമ്മുടെ കുടുംബാംഗങ്ങൾ ശബരിമല അയ്യപ്പനെ കാണാൻ പോകുമ്പോൾ അവർക്ക് വേണ്ടുന്ന ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് ഒരുക്കി കൊടുക്കുന്ന നമ്മളാണ്. പക്ഷേ നമ്മളെ മാറ്റി നിർത്തുന്നു. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. 1500 വർഷങ്ങൾക്ക് മുമ്പുള്ള അനുഷ്ഠാനങ്ങൾ. ഇപ്പോൾ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള ഗ്രന്ഥങ്ങളുടെ പിൻബലം. ഈ ഗ്രന്ഥങ്ങൾ ആര് നിർമ്മിച്ചു, ആര് രചിച്ചു, ഈ ആചാരങ്ങൾ ആര് ഈ ഭൂമിയിൽ ഈ അയ്യപ്പന് വേണ്ടി മാത്രം, അയ്യപ്പ ഭഗവാന് വേണ്ടി മാത്രം മാറ്റിവെച്ചു? അവിടെയൊക്കെ സ്ത്രീപക്ഷ നിലപാടുകൾ മാറ്റി നിർത്തപ്പെടുന്നു. ഇന്ത്യയുടെ നിയമഗ്രന്ഥങ്ങൾ രചിക്കുന്നിടത്ത് സ്ത്രീക്ക് കാര്യമില്ല. നിയമനിർമ്മാണം നടത്തുന്നിടത്ത് സ്ത്രീ ശബ്ദം കേൾക്കാനില്ല. ഇതുപോലുള്ള ആചാരങ്ങൾ എഴുതപ്പെടുന്നിടത്ത് സ്ത്രീക്ക് സ്ഥാനമില്ല. ഇങ്ങനെ മാറ്റി നിർത്തപ്പെടുന്നു. ഇങ്ങനെ കുറേ ആളുകളെ അടിച്ചമർത്തപ്പെട്ടിരുന്ന ആളുകളെ മാറ്റി നിർത്തി കുറേ കാലം ദൈവാരാധന നമ്മൾ കൊണ്ടുപോയി. അതിനെ അതിജീവിച്ചത് വൈക്കം സത്യാഗ്രഹത്തിലൂടെയും ഗുരുവായൂർ സത്യാഗ്രഹത്തിലൂടെയും ക്ഷേത്രപ്രവേശന വിളംബരത്തിലൂടെയുമാണ്. ആ മാറ്റം എന്തുകൊണ്ട് ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിച്ചുകൂടാ? സെസിലി മാഡം ശബരിമല പോയിട്ടുണ്ടോ? ഞാൻ മുൻ ദേവസ്വം ബോർഡ് മെമ്പറാണ്. അതെ, അതെനിക്കറിയാം. ശബരിമലയിൽ ഞാൻ എല്ലാ മാസവും പോവുക. എല്ലാ മാസവും അവിടെ സർവീസിലുണ്ടായിരുന്ന സമയത്ത്? അതെ, ആ സമയത്ത് എല്ലാ മാസവും പോവുമായിരുന്നു. അപ്പം ശ്രീമതി ബിന്ദുകൃഷ്ണ പറഞ്ഞതുപോലെ എല്ലാ സ്ത്രീകൾക്കും ഇപ്പം ഇവിടെ ജെൻഡർ എന്നുള്ള ഒരു വാക്ക് വന്നതുകൊണ്ട് പറയുന്നത്, ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ 1950 ആ മാനുവലിൽ പ്രത്യേകം പറയുന്നുണ്ട് 10 വയസ്സിനും ശേഷവും 50 വയസ്സിന് ശേഷമുള്ളവർ മാത്രം. അന്ന് 55 വയസ്സെന്ന് ഒരു തർക്കം ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് 50 വയസ്സ് എന്നുള്ള രീതിയിൽ തന്നെ തീരുമാനമാകുന്നതും. അത് 1950 എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന അതിപുരാതനമായ ക്ഷേത്രം എന്ന് പറയുന്ന ആ സങ്കല്പം, അന്ന് കാടും മലയും ഒക്കെ മാത്രം, ഇപ്പോഴുള്ള അവസ്ഥയല്ല അന്നത്തെ കാലം എന്ന് പറയുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ക്ഷേത്രം തീപ്പെട്ടുപോയ ഒരു അവസ്ഥയുണ്ട്. അവിടെ തീ പിടിച്ച് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടക്കുന്നു. അപ്പം നമ്മൾ അറിയേണ്ടത് പ്രധാനമായും ഒരു ഹിന്ദു ധർമ്മം അറിയുന്നവർ, ഞാൻ മതമല്ല പറയുന്നത്, ആ ഹിന്ദു വിശ്വാസികൾ യഥാർത്ഥത്തിൽ എവിടെയാണോ ഒരു ക്ഷേത്രം നിർമ്മിക്കുന്നത് ആ ക്ഷേത്രം സങ്കല്പം വരുമ്പോൾ അവിടെ അതിൻ്റെ താന്ത്രിക വിധിപ്രകാരമാണ് ഒരു പ്രതിഷ്ഠ വയ്ക്കുന്നത്. ആരാധനയ്ക്ക് വേണ്ടി നമ്മളൊരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ അവിടെയുള്ള ആ തന്ത്രികൾ ആ പ്രതിഷ്ഠ സ്ഥാപിക്കുന്ന സമയത്ത് അതിനകത്ത് ചില ലിഖിതങ്ങളുണ്ട്, ഇവിടെ ഇന്നതൊക്കെ ആവാം എന്ന്. അങ്ങനെയുള്ള ലിഖിതങ്ങളിൽ പെടുന്ന ഒന്നാണ് നമ്മുടെ ഈ പറയുന്ന ശബരിമല ശ്രീ ശാസ്താവിൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലുള്ള 1950 മാനുവലിൽ സൂചിപ്പിക്കുന്ന കാര്യം. അതനുസരിച്ച് നമ്മൾ സ്ത്രീകൾ പോയിക്കൂടാ എന്ന് അന്ന് മുതൽ തീരുമാനിച്ചിരിക്കുന്നു. എത്രയോ വർഷമായി ഇവിടെ ഇപ്പം നവോത്ഥാന കാലഘട്ടത്തിൽ ക്ഷേത്രത്തിൽ കയറാൻ, വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് ക്ഷേത്രത്തിൽ കയറാൻ വയ്യാത്തവർക്ക്, തൊട്ടുകൂടാൻ വയ്യാത്തവർക്ക് എല്ലാവർക്കും അംഗീകാരം കിട്ടി, ക്ഷേത്ര പ്രവേശനം കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ആ കാലഘട്ടമാണ് നമ്മൾ ഈ പറയുന്ന 1950. ആ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അവർക്ക് അന്ന് തോന്നിയില്ല?
തിരിച്ചു ചിന്തിച്ചൂടെ? നമ്മളെല്ലാവരും, ഞാനും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ, ഞാൻ ദേവസ്വം ബോർഡ് മെമ്പർ ആയിരുന്നത് കൊണ്ട് മാത്രമല്ല, തീർച്ചയായും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്ത് പാടില്ല എന്ന് പറയുന്നോ അത് നേടണമെന്ന് ആഗ്രഹം, ലോക സ്വഭാവം. അത് എന്തരുതെന്ന് പറയുന്നോ അത് എത്തണമെന്ന് വിചാരിക്കുക. ഇവിടെ ഇത്രയും വർഷങ്ങളായി, 10,000 വർഷങ്ങളായി ഇങ്ങനെ ആരാധിച്ചു വന്ന ഒരു ക്ഷേത്രത്തിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു അനുഷ്ഠാന സ്ഥലത്തെക്കുറിച്ച് ഇപ്പം പെട്ടെന്ന് എന്തിനാണ് സ്ത്രീകൾക്കൊരു തോന്നൽ? അവരുടെ ആഗ്രഹം തെറ്റല്ല, ഞാൻ ആഗ്രഹത്തെ തെറ്റാന്ന് പറയത്തില്ല. അവരുടെ ആഗ്രഹം പൂർണ്ണമായും അവരുടെ അവകാശമായി തന്നെ വേണേൽ കരുതാമെന്നതാണ്. അവർക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവസരം കിട്ടുന്നെങ്കിൽ പോകുന്നത് നല്ലതാണ്, അതിനെ ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ നമ്മൾ നടത്തി വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ശീലിച്ചു വരുന്ന ഒരു ആചാര അനുഷ്ഠാനത്തിനെ നിഷേധിക്കലാണ് ഈ പറയുന്നത്. ആ നിഷേധം പാടില്ല. ഖാൻ സാർ, ആചാര അനുഷ്ഠാനങ്ങൾ നിഷേധിക്കേണ്ടതാണോ? ബിന്ദു കൃഷ്ണ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു സ്ത്രീക്ക് വിശ്വാസി എന്ന നിലക്ക്, വിശ്വാസം തെറ്റാണ്, പക്ഷെ വിശ്വാസിയാണ് മനുഷ്യർ, അതുകൊണ്ട് വിശ്വാസം തെറ്റാണോ? തീർച്ചയായിട്ടും ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാൻ ഒക്കാത്ത ഒരു വിഷയമാണത്. അതും ഒരു വിശ്വാസം. അത് വിശ്വാസമാണെങ്കിൽ, പറയും. അത് വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസത്തെ ഉരകലിൽ വെച്ച് മാറ്റുരയ്ക്കുക, എന്നിട്ട് തീരുമാനിക്കുക. ഏത് വിശ്വാസത്തെയും നിങ്ങൾ ഉരകല്ലിൽ വെച്ച്, ശാസ്ത്രത്തിന്റെ ഉരകല്ലിൽ വെച്ച് മാറ്റുരച്ച് തീരുമാനിക്കുക. ഞാൻ പറയുന്നതുകൊണ്ട് ചേക്കേണ്ട, ഏതെങ്കിലും ഒരു വിഗ്രഹത്തിന് എന്തെങ്കിലും ഒരു ശക്തി ഉണ്ട് എന്ന് തെളിയിക്കാമെങ്കിൽ എൻ്റെ വിശ്വാസത്തെ എനിക്ക് മാറ്റാൻ എളുപ്പമാണ്. പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കാം എന്ന് വെച്ചോളൂ. കേരളത്തിലെ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ സ്ത്രീ ജീവിതത്തിൽ എന്തു മാറ്റമാണ് അത് ഉണ്ടാക്കിയെടുക്കുക? ഇപ്രാവശ്യത്തെ ഒരു വാർത്തയാണ് ഡെക്കാൻ ക്രോണിക്കലിൽ, ഞാൻ അദ്ദേഹത്തെ കാണിച്ചു. ഇപ്രാവശ്യം ശബരിമലയിൽ നടവരവ് കുറവ്. അദ്ദേഹം പറഞ്ഞു തമിഴ്നാട്ടിലെ ഭക്തന്മാർ കുറഞ്ഞുപോയി. എന്തുകൊണ്ട്? ചെന്നൈയിലെ വെള്ളപ്പൊക്കം. ചെന്നൈയിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. അയ്യപ്പൻ ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് അയ്യപ്പന്മാരെ രക്ഷിക്കാത്തത് കൊണ്ട് അയ്യപ്പ ക്ഷേത്രത്തിലെ നടവരവ് കുറഞ്ഞു എങ്കിൽ അവിടെ പോകുന്ന പുരുഷനും സ്ത്രീക്കും വിശ്വാസപരമായി കാശ് ചെലവാക്കാം, ദേവസ്വം ബോർഡിന് കാശുണ്ടാക്കി കൊടുക്കാമെന്നല്ലാതെ ശാസ്ത്രീയ വൃത്തിയാ നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് മനുഷ്യ ജീവിതത്തിൽ യാതൊരു പ്രയോജനം ഉണ്ടാകില്ല. പ്രാർത്ഥിച്ച് ഒരു മണി അരിയോ ഒരു തുള്ളി വെള്ളമോ ഇന്നേ വരെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടില്ല, ഇനി സാധിക്കത്തുമില്ല. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തി ന്യൂക്ലിയർ ടെക്നോളജി, ന്യൂക്ലിയർ എനർജിയുമാണ്. ഇതുള്ള ഫുക്കുഷിമ ജപ്പാനിൽ പ്രളയം വന്ന് വെള്ളം കയറിയപ്പോ ഈ ന്യൂക്ലിയർ ടെക്നോളജി എന്ത് പ്രളയത്തെ തടുത്തില്ല? തീർച്ചയായിട്ടും ന്യൂക്ലിയർ ടെക്നോളജി ഇരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രളയം വന്നതോ പ്രകൃതി ആർക്കാണ് അസഹിഷ്ണുത? അതല്ല, ആർക്കാണ് അസഹിഷ്ണുത? അദ്ദേഹം പറയുന്ന വാദം മുഴുവൻ ശ്രദ്ധയായി കേൾക്കുകയും അദ്ദേഹത്തിന് ശരിയെന്ന് പറയുമ്പോൾ തോന്നുമ്പോൾ അദ്ദേഹത്തിന് ഇടപെടും. വേറൊരാൾ ഈ രീതിയിലുള്ള ഇൻടോളറൻസ്, നമ്മുടെ ബഹുസ്വരതയോടുള്ള ഇൻടോളറൻസ് ആണിത്. ഇന്ത്യയുടെ തീർന്നില്ല, ഇന്ത്യയുടെ വൈവിധ്യത്തോടുള്ള അസഹിഷ്ണുതയാണിത്. അദ്ദേഹത്തിന്റെ എല്ലാവർക്കും വാദഗതി മുമ്പോട്ട് വെക്കാൻ അധികാരമുണ്ട്. പക്ഷേ വേറൊരാൾ പറയുമ്പോൾ അതിന്റെ ഇടയ്ക്ക് കയറി ഖണ്ഡിക്കുന്നതിന്റെ ഉദ്ദേശം അത് ആ അസഹിഷ്ണുതയാണ്. ആ ന്യൂക്ലിയർ ടെക്നോളജി ഉള്ള സ്ഥലത്ത് ഈ പ്രളയം കയറിയപ്പോ എന്തേ ന്യൂക്ലിയർ ടെക്നോളജി എന്നെ തടഞ്ഞില്ല? ഈ പറയുന്ന ശാസ്ത്രമല്ലേ ഈ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഈ ടെക്നോളജിയും സയൻസും അല്ലേ ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്നത്? അപ്പൊ അത് സയൻസിന്റെ ടെക്നോളജിയുടെ പ്രശ്നമാണോ? അല്ല, ഉപയോഗിക്കുന്ന മനുഷ്യന്റെയാണ്. ഇനി അതിന്റെ കൗണ്ടർ, ഇതൊരു വിശ്വാസ സമ്പ്രദായമാണ്. ഇതിൽ തീർച്ചയായും വിശ്വാസികൾ വന്നാൽ മതി. വിശ്വാസികളല്ലാത്ത, ഇപ്പൊ ഉദാഹരണം നമ്മുടെ ബ്രഹ്മസമാജും ആര്യസമാജും ഒക്കെ വിഗ്രഹാരാധനക്കെതിരാണ്, അവർ വരാറില്ല. അപ്പൊ ആ രീതിയിൽ ഈ വിശ്വാസത്തെ താല്പര്യമുള്ളവരും പരിപാലിക്കുന്നവരും ശബരിമലയിൽ ഒരു സ്ത്രീ പ്രവേശിക്കുമ്പോൾ അവരെ കണ്ടാൽ പ്രായം ആയിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് തെളിവ് ചോദിക്കുന്നത്? ടെക്നിക്കലി പറയുകയാണെങ്കിൽ ശബരിമല സ്ത്രീകൾക്ക് കയറാം, യുവതികൾക്കാണ് പ്രശ്നം. താഴെ എന്ന് പറയുന്നത് എന്താണ്? ഏജ് ആണോ? 50 എങ്ങനെയാണ് നിങ്ങൾ? മുമ്പ് 12 മുതൽ 55 ആയിരുന്നു. ഇതാണ് എന്റെ ടെക്നിക്കാലിറ്റി. 12 മുതൽ 55 വരെയായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന സിസ്റ്റം. അതായത് യുവത്വം എന്ന് പറയുന്ന എങ്ങനെ കണ്ടെത്തും 50 വയസ്സ്? എന്നെ കണ്ട 50 വയസ്സ് അല്ലല്ല, ഞാൻ അതിലേക്കാ വരുന്നത്. 50 വയസ്സാണ് നിങ്ങൾ പറയുന്നത്. താഴെ ഡിബേറ്റ് ഉള്ളവരുണ്ടെങ്കിൽ, അതായത് ഡൗട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഏജ് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം പോലീസുകാർ നിൽപ്പുണ്ട്. അതാ, അപ്പൊ പ്രായമേ ഉള്ളോ പ്രശ്നം? പ്രായമാണ് ആർത്തവമല്ല പ്രശ്നം. ഇത് എത്രയോ പ്രാവശ്യം ആൾക്കാരോട് എത്രയോ പ്രാവശ്യമായി ഇത് പറയുന്നു. ആർത്തവത്തിന്റെ ഇഷ്യൂ അല്ല. കുറച്ചു മുമ്പ് രാഹുൽ പറഞ്ഞത് ആർത്തവ കാലത്ത്
സ്ത്രീയിൽ ഉണ്ടാവുന്ന ഞാൻ എടുത്തു പറഞ്ഞത് ശബരിമലയ്ക്ക് ആപ്ലിക്കബിൾ അല്ല, ഇത് ബാക്കി ഇതിന്റെ വിഷമമേ ഇത് ഇഷ്യൂസ് കൺഫ്യൂസ് ചെയ്യുകയാണ്. അഥവാ ആർത്തവത്തിന്റെ പ്രശ്നമാണെങ്കിൽ അങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മെഷീൻ വെക്കുന്ന കഥ പറഞ്ഞത്. അല്ല, നിങ്ങളുടെ പാർട്ടിക്കാരൻ ആയിക്കോട്ടെ, പാർട്ടി ആണെങ്കിലും ഞാൻ ആർത്തവ പരിശോധന നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് എത്രമാത്രം സത്യമുണ്ട്? ഇതിന്റെ ടെക്നിക്കൽ ആര് പറയുന്നു? അങ്ങനെ ചുമ്മാ പറയാൻ പറ്റുമോ? ആർത്തവ പരിശോധന ഇവിടെ നടത്തുന്നില്ല, അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഒരാൾ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പ്രയാർ സാറ് പകുതി തമാശയും കൂടെ ചേർത്ത് പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു കാലത്ത് ഒരു മെഷീൻ കണ്ടുപിടിക്കട്ടെ. അല്ല പറഞ്ഞോട്ടോ, അല്ല ഗൗരവമായിട്ട് ഞാൻ പ്രയാർ സാറിനോട് സംസാരിച്ചതിന്റെ ബേസിൽ പറയാം. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ്. കൊല്ലം പ്രസ് ക്ലബിൽ വളരെ ലൈറ്റ് ആയിട്ട് ഇറങ്ങാൻ നേരം അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആദ്യ ദിവസം പറഞ്ഞു ഏറ്റവും ലൈറ്റ് ആയിട്ട് പറയാവുന്ന സംഗതിയാണ് ഏറ്റവും കടുത്ത സ്ത്രീ വിരുദ്ധമായിട്ടുള്ള പരാമർശങ്ങൾ എന്ന് പറയുന്നത്. ആര് പറയുന്നു? പത്തിൽ താഴെയും 50-ൽ മേളിലുള്ള സ്ത്രീകൾ കയറുമ്പോൾ ഇത് സ്ത്രീ വിരുദ്ധം എങ്ങനെയാവും? അല്ല രാഹുൽ, ഇങ്ങനെ ഒരു പരാമർശം വളരെ ഗൗരവമായി ഇന്ന് സെൻസിറ്റീവ് ഇഷ്യൂ ആക്കി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ ഒരു തമാശ രൂപത്തിൽ അല്ല, ഇത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായ ചുമതലയെടുത്ത് അടുത്ത ദിവസം കൊല്ലം പ്രസ് ക്ലബിൽ പ്രസ് മീറ്റ് കഴിഞ്ഞ് അവസാന ചോദ്യമായി അദ്ദേഹം എണീക്കാൻ തുടങ്ങിയപ്പോൾ ഒരാൾ ചോദിച്ചു, ഇദ്ദേഹം വളരെ ലൈറ്റ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ അത് ടെസ്റ്റ് ചെയ്യാൻ മെഷീൻ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ കേരള മീഡിയ റിപ്പോർട്ട് പോലും ചെയ്തില്ല. നാഷണൽ മീഡിയ, അവർക്ക് ഈ വിഷയങ്ങളുടെ ഡെപ്ത് അറിയില്ല. അവർ നോക്കുമ്പോൾ സ്ത്രീകളെ കയറ്റുന്നില്ല. ഇന്നലെ ഒരു ചാനൽ ചർച്ചയോട് സംസാരിച്ചപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു, അപ്പം ബാക്കി സ്ത്രീകൾക്ക് കയറാം, യുവതികൾക്ക് കയറാൻ പറ്റില്ലെന്നേ ഉള്ളൂ അല്ലേ? ഇതൊരു സ്ത്രീ പ്രവേശന വിഷയമേ അല്ല. എല്ലാ വർഷവും ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഡൂൾ ന്യൂസിൽ ഞാൻ ഇന്നലെ വാർത്ത വായിച്ചു. ഭിന്നലിംഗക്കാരായ ആളുകൾ അവിടെ പോകുമ്പോൾ പോലീസ് തടയുന്നു. ഇത് ലിംഗനീതിയാണ് മാഡം, അത് തെളിവാണ്. ന്യൂസ് ഇന്ത്യയിൽ ഞാൻ എടുത്ത് ചോദിക്കാൻ വരികയായിരുന്നു. ഈ ട്രാൻസ്ജെൻഡേഴ്സ് നല്ല ചോദ്യമാണ്. പോയാൽ അല്ല, ഇതുവരെ നമ്മൾ ലീഗലി അവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പൊ സുപ്രീം കോടതി ഒരു വിധിന്യായം കൊണ്ടാണ് ട്രാൻസ്ജെൻഡർ എന്നൊരു കാര്യം അക്സെപ്റ്റ്. അല്ല ഒരു സെക്കൻഡ്, അല്ലെന്ന് പറയൂ. സുപ്രീം കോടതി ഈ 2 വർഷം മുമ്പല്ലേ വിധി തന്നത്? ഞാൻ രാഹുൽ ഈ പ്രപഞ്ചത്തിലെ ജീവജാലം ഞാൻ നിയമം, ഇതാണ് പ്രശ്നം. ഞാൻ വളരെ സ്പെസിഫിക് ആയ നിയമം സംസാരിക്കുമ്പോൾ മാഡം സംസാരിക്കുക. നാളെ ഈ ട്രാൻസ്ജെൻഡർ ഡിബേറ്റ് വന്നു, നമുക്ക് ധർമാചാര്യന്മാരെയും ലീഗൽ എക്സ്പേർട്സിനെയും വിളിച്ചൊരു കമ്മിറ്റി വെച്ച് തീരുമാനിക്കാം. രാഹുൽ, ഒരു ചോദ്യം, ഇവിടെ ഈ തിരുവനന്തപുരത്ത് മലയൻകീഴ് ഒരു ക്ഷേത്രമുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റുന്നില്ല, എന്താ പ്രതികരിക്കാത്ത? മലയൻകീഴ് ക്ഷേത്രമല്ല, ഒറ്റ വരിയിലെ എന്താ പ്രതിഷ്ഠ? ശ്രീകൃഷ്ണ പ്രതിഷ്ഠയാണ്. കയറ്റരുതെന്ന് പറയുന്ന ശ്രീകൃഷ്ണനോട് ചെയ്യുന്ന ഒരു സെക്കൻഡ്, ഇവർ ഇതിന് മറുപടി പറയാൻ രക്ഷണം ശ്രദ്ധിച്ചോണം. 30 ലക്ഷം സ്ത്രീകൾ പൊങ്കാലയിടുമ്പം ഒരു പുരുഷൻ പോലും പൊങ്കാലയിടുന്നില്ല. ഇത് പുരുഷ വിവേചനമാണോ? ചക്കുളത്തുകാവിൽ ചക്കുളത്തുകാവിൽ നാരീ പൂജയുണ്ട്. ചക്കുളത്തുകാവിൽ നാരീ പൂജയുണ്ട്. ഏതെങ്കിലും പുരുഷൻ നാരീ പൂജ ചെയ്യാൻ നാരീ പൂജയ്ക്ക് ഞാൻ അവിടെ ചിറ്റ് എഴുതി എന്നെ ചെയ്യുമോ? അപ്പൊ ആരെങ്കിലും കോടതി പോകുന്നു, പ്രശ്നമുണ്ടെന്ന് പറയാം. അപ്പൊ കോടതി എന്ത് പറയും? നിലനിൽക്കുന്ന ആചാരം ഇവിടെ പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടരുത് എന്ന് പറയുന്നുണ്ട്. പണ്ട് യുവതികൾ കയറലാന്ന് നിയമമില്ലായിരുന്നു. പണ്ട് ആചാരത്തിന്റെ ഭാഗമായി ഇവർ സ്വയം മാറി നിൽക്കുകയായിരുന്നു. രാഹുൽ ഉന്നയിച്ച പ്രശ്നത്തിൽ ഒരു മറുപടി, ഒരു സംശയം എനിക്കുണ്ട്. എന്താ വെച്ചാൽ രാഹുൽ പറഞ്ഞ ഒരു കാര്യം, ഇപ്പൊ നമുക്ക് സായിപ്പ് പറഞ്ഞാലേ നമുക്ക് വിശ്വാസമാവുള്ളൂ. രാഹുൽ എടുത്ത് കാണിച്ച പുസ്തകത്തിന്റെയും കഥ അതാണ്. ഇപ്പൊ സായിപ്പ് പറഞ്ഞപ്പോൾ തന്നെ വേറൊരു പ്രശ്നം രാഹുൽ ശ്രദ്ധിക്കാതെ രാഹുലിനെതിരെ ഒരു ആർഗ്യുമെന്റ് അതിൽ വന്നു. 15,000 ആളുകൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് അവിടെ എന്ന് പറഞ്ഞാൽ അത് ഏത് ദിവസമായിരിക്കും? മാസത്തിലെ സാധാരണ പൂജാ ദിവസമല്ല. അത് ഈ തരത്തിലുള്ള പൂജയായിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങളിലായിരിക്കും. ഒന്നുകിൽ മകരവിളക്കിന്റെയോ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റും ഇദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ചന്ദ്രമതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റും കറക്റ്റാണ്. ഇത്രയേറെ ആളുകൾ പോകുന്ന സ്ഥലത്ത് ഈ ഏജ് ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ മാത്രമേ പോവാറുള്ളൂ. അല്ലാത്ത സാധാരണ പൂജാ ദിവസങ്ങളിൽ സ്ത്രീകൾ പോവാറുണ്ട് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റിന് കൗണ്ടർ ചെയ്യാൻ ഇത് പറ്റില്ല. ഇതിലിപ്പോ ഈ ചർച്ചയിൽ എനിക്ക് പങ്കെടുത്ത് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിയമം കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ശബരിമലയുടെ ആചാരത്തിൽ നമുക്ക് ഇടപെടാൻ കഴിയില്ല.
രാഹുൽ പറഞ്ഞ മാതിരി ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ചില ചിട്ടകൾ, ആചാരങ്ങൾ, ട്രഡീഷൻസ് അതൊക്കെ നിലനിർത്തേണ്ടതാണെന്ന്. എന്ന് പറഞ്ഞാൽ ആ നിയമം കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ എനിക്കും രാഹുലിനോട് ഇരിക്കാൻ പറ്റില്ല. രാഹുൽ വരുന്ന സമയത്ത് ഹോയ് ഹോയ് എന്ന് പറഞ്ഞ ഒരാൾ മുന്നോട്ട് നടക്കുകയും നമ്മളൊക്കെ ഓടി രക്ഷപ്പെടുകയും വേണ്ടി വരും. ഇത് 1849 സതി അവസാനിക്കുന്നത്. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുപോലെ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 1950 ശേഷമാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, സതി ഉണ്ടെങ്കിൽ, അയിത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. രാഹുൽ കണ്ട നമ്മൾ ഓടി രക്ഷപ്പെടണം. സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞതിന്റെ ശേഷം നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി അടയ്ക്കുകയാണോ ചെയ്തത്? അതാണോ? അങ്ങനെയാണ് ഇന്ത്യയിലെ സ്വാതന്ത്ര്യം. അദ്ദേഹം പറഞ്ഞു ഞാൻ വന്ന ഹൂഹോയ് പോണോന്ന്. അങ്ങനെയാണെങ്കിൽ 1800 എങ്ങനെ ഈഴവനായ കടുത്തസ്വാമി അവിടെ പ്രതിഷ്ഠിക്കുന്നത്? ബ്രാഹ്മണ പൂജാരികളല്ലേ അവിടെ ഈഴവാദികളെ എല്ലാ ആൾക്കാരും വരുമ്പം പൂജിക്കുന്നത്? ശബരിമലയിൽ ഹൈക്കോടതി വിധിന്യായത്തിലുണ്ട്, ശബരിമലയിൽ ചരിത്രത്തിൽ ഒരിക്കൽ പോലും ജാതീയത തൊട്ടുകൂടായ്മ ഇല്ലായിരുന്നു. ചില അമ്പലങ്ങളിൽ ഉണ്ടായിരുന്നു, ശബരിമലയിൽ ഇല്ല. ഗുരുവായൂർ ഇന്നും യേശുദാസിനെ കേറ്റില്ല. ശബരിമലയിൽ 1000 വർഷം മുമ്പ് ഒരു മുസ്ലിം പ്രതിഷ്ഠ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു മുസ്ലിം ആരാധനാലയം. രാഹുൽ, ഞാൻ പറഞ്ഞത് ഭരണഘടനാപരമായിട്ടുള്ള നിയമത്തിന്റെ ഞാൻ പറഞ്ഞത് ശബരിമലയുടെ കേസല്ല, ഭരണഘടനാപരമായിട്ടുള്ള ഒരു നിയമമാണ്. ഭരണഘടന നമുക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾ മാറ്റാൻ പറ്റില്ല എന്ന് ഭരണഘടനയുടെ വകുപ്പ് വെച്ച് പറയുമ്പോഴുള്ള പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. ശബരിമല ഏറ്റവും പോസിറ്റീവായിട്ട് കാടും മലയും ഉള്ള ഒരു ക്ഷേത്രം, അവിടെ കയറി പോകാൻ കുട്ടികളെക്കാൾ ആരോഗ്യമുള്ളത് യുവതികൾക്കാണ്. അപ്പൊ ആ യുവതികളായ ആരോഗ്യമുള്ളവർ ഭഗവാനെ തൊഴാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോയിക്കൊള്ളട്ടെ, അവരെ അനുവദിക്കും. ഇതാണ് ഈ പല സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് കരുതിയിട്ടല്ലോ. യുവതിയിൽ എന്താ വിഷയം? യുവതിക്ക് ഒരു വിഷയവുമില്ല. അവിടത്തെ നമ്മുടെ സങ്കല്പത്തിൽ ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. എന്തുകൊണ്ട് ഹനുമാന്റെ ക്ഷേത്രങ്ങളിൽ പ്രശ്നമില്ല, ബാക്കി അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രശ്നമില്ല. ഓരോ പ്രതിഷ്ഠ, അതായത് ഒരു അമ്പലം എന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിന്റെ പ്രതിഷ്ഠാ സങ്കല്പമാണ് അമ്പലത്തിന്റെ ഐഡന്റിറ്റി. ഈ അയ്യപ്പന്റെ ക്ഷേത്രം തന്നെ കുളത്തൂപ്പുഴയിലുണ്ട്. ഇത് തന്നെയാണ് ദളിതരെ കയറ്റാതിരിക്കാൻ ഈ സമൂഹത്തിൽ പറഞ്ഞ വാദം ഇതായിരുന്നു. അന്നത്തെ കാലത്ത് ഇത് എഴുതി വെച്ച ആൾ ഒരു സ്ത്രീ വിരുദ്ധനായിരുന്നു. ശബരിമലയെ എല്ലാ വർഷവും 10,000-കണക്കിന് സ്ത്രീകൾ കയറുന്നതിന്റെ ഫോട്ടോ നമുക്ക് കാണാമല്ലോ. ഒരാൾ സ്ത്രീയെ കാണുമ്പോഴത്തേക്ക് നഷ്ടപ്പെടുന്ന ബ്രഹ്മചാരിയ. ദേവിക്ക് പുരുഷനെ കണ്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണോ ആറ്റുകാലിൽ പുരുഷന്മാർ പൊങ്കലിടാത്തത്? ദീപാരാധന സമയത്ത് രാഹുൽ ഒന്ന് ചെന്ന് നോക്കും. ആറ്റുകാലിൽ സ്ത്രീകൾ പൊങ്കാല ഇടരുത് എന്ന് പുരുഷൻ പൊങ്കാല ഇടരുത് പറഞ്ഞിട്ടില്ല. 100% ഇതേപോലെ ശബരിമലയിലും യുവതികൾ വരരുതെന്ന് പറഞ്ഞിട്ടില്ല. പണ്ട് മുതലേ കുറഞ്ഞ ആചാരത്തിന്റെ ഭാഗമായി മാറുന്നതാണ്. കേസ് വന്നു. കേസിന് ശേഷം ഇത് ഈ ആചാരത്തെ നിയമമാക്കിയതാണ്. അതിനു മുമ്പ് യുവതികൾ സ്വയം മാറി നിൽക്കുകയാണ്. ഇപ്പം തമിഴ്നാട്ടിൽ പോയാൽ അയ്യപ്പന്മാരെ വന്ന യുവതികൾ സ്വന്തമായിട്ട് മാറിപ്പോകും. അയ്യപ്പന്മാരെ വിശ്വാസമില്ലാത്തതുകൊണ്ടല്ല, ഇവർ ഇന്ത്യൻ സെലിബസി എന്ന് വിവേകാനന്ദൻ വിളിക്കുന്ന ഒരു കാര്യം, അതായത് ഇന്ദ്രിയങ്ങൾ എല്ലാ കാര്യത്തിൽ നിന്നും മാറ്റി ആവാഹിച്ച് ഒരു പ്രത്യേക കുണ്ടലിനി ഉപാസന രീതിയാണ് ശബരിമല. അതൊക്കെ വിശ്വാസികൾക്ക് മാത്രമേ മനസ്സിലാവൂ, വെളിയിൽ പറയണ്ട. മനസ്സിലാവില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഇതിന് ഇദ്ദേഹത്തിന് കുതർക്കമാണ് വേണ്ടത്. ആ കുതർക്കം ഈസിയായിട്ട് ഞാൻ തരാം. ചക്കുളത്ത് കാവിൽ നാളെ നാരി പൂജയ്ക്ക് പുരുഷന്മാർ പോകണമെന്ന് ഇവർക്ക് അഭിപ്രായമുണ്ടോ? യെസ് ഓർ നോ? സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം നാരി പൂജയ്ക്ക് പകരം പുരുഷ പൂജ ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ ക്ഷേത്ര ഭരണാധികാരി തയ്യാറാകാം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു തെറ്റുമില്ല. പറഞ്ഞ് അടിച്ചേൽപ്പിച്ചതല്ലേ? അല്ല, എന്നാ നാരി പൂജയ്ക്ക് ഞാൻ പോവാത്ത എന്തുകൊണ്ടാ? ഞാൻ ചക്കുളത്തുമായി പോയി തൊഴാറുണ്ട്, പക്ഷെ നാരി പൂജയ്ക്ക് ഞാൻ പോവാത്ത എന്തുകൊണ്ടാ? അടുത്ത ദിവസം കാലാകാലങ്ങളായി നമ്മൾ കേൾക്കുന്നത് നമ്മൾ അനുസരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തില് ബ്രഹ്മചര്യം ഉള്ള ഒരു വിഗ്രഹം ഉള്ളത് കൊണ്ട് അവിടെ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നാണ് വാദഗതി. ഇത് തെറ്റൽ തെളിയിക്കാൻ വളരെ എളുപ്പമാണ്. 1 വർഷം സ്ത്രീകൾ പ്രവേശിക്കട്ടെ,
അടുത്ത വർഷം കാണാൻ ഒരു കുഴപ്പവും ഇല്ലെന്ന്. അല്ല ഒരു അതിന്റെ മറുപടി ഏത് അമ്പലത്തിലും എവിടെയും പ്രവേശിക്കാൻ എന്താ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത്? ഒരു പ്രശ്നമില്ല. റൈറ്റ് ഞങ്ങൾക്കുണ്ട്. ഈ വിശ്വാസം ആർട്ടിക്കിൾ 25, 26, 27, 28 പ്രകാരം മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ വരണ്ട. ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് വരാൻ പറയുന്നുണ്ടോ? ഞങ്ങൾ ദേവസ്വം സംവിധാനം, അമ്പല സംവിധാനം അത് കാത്തു സൂക്ഷിക്കുന്ന ദേവസ്വം മിനിസ്ട്രി, ദേവസ്വം ബോർഡ്, ഇവിടത്തെ വിശ്വാസികളായ ഭക്തർ. വിശ്വാസമില്ലാത്തവർ വരണ്ട. ആരെങ്കിലും നിർബന്ധിച്ചോ? ഇത് വിശ്വാസമില്ലാത്തവരുടെ പകുതി പേര് മാറ്റി നിർത്തിയല്ലേ നിങ്ങൾ ചെയ്യുന്നത്? വർഷങ്ങളായി നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആചാര അനുഷ്ഠാനം എന്ന ആ സങ്കല്പം ഇതിൽ നമ്മൾ അവിടെ ചെന്ന് ഇപ്പോൾ ഒരു സ്ത്രീ എന്ന് തൊഴുതുകൊണ്ട് അവിടെ നിന്ന് പ്രതിഷ്ഠ ഇറങ്ങി ഓടി പോകുന്നില്ല. അവിടെ നൈഷ്ഠിക ബ്രഹ്മചാരി ആയതുകൊണ്ട് ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നില്ല. സങ്കല്പമാണ് യഥാർത്ഥത്തിൽ. ആ യുക്തിവാദികൾ യുക്തിപൂർവ്വം ചിന്തിക്കുമ്പോൾ പലതും ഈ രാജ്യത്ത് വേണ്ട. അത് വേറൊരു കാര്യം. അത് നേരത്തെ പറഞ്ഞതുപോലെയുള്ളൂ. ഇവിടെ പ്രപഞ്ചത്തിൽ വെള്ളപ്പൊക്കം വന്നാലും സുനാമി വന്നാലും ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളെ നിയന്ത്രിക്കാൻ ഒരു യുക്തിവാദിക്കും കഴിയത്തില്ല, ഒരു ദൈവത്തിനും കഴിയത്തില്ല. ഒരു ദൈവത്തിൽ അല്ല, നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളാണ്, നിലനിൽക്കുന്ന സാഹചര്യങ്ങളാണ്. ഈ നിലനിൽപ്പ് നമ്മളെ വിശ്വാസങ്ങളിലാണ് നിൽക്കുന്നത്. ആ വിശ്വാസത്തിനെ നിഷേധിക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾ നിയമം മൂലം അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ ആവശ്യം. സ്വന്തം കുഞ്ഞിനെ കുരുതി കൊടുത്താൽ നിധി കിട്ടും എന്ന വിശ്വാസം എന്നെ രക്ഷിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒരിക്കലും ഇല്ല. വിശ്വാസമാണ് എല്ലാം എന്ന് പറയുന്നത് തെറ്റാണ്. അന്ധവിശ്വാസത്തിനോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഉറവിടം എന്ന് പറയുന്നത് എന്റെ ചോദ്യം ചോദിക്കാമല്ലോ. അന്ധവിശ്വാസത്തിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആദ്യം ഈശ്വരനെ വിശ്വസിക്കും, പിന്നെ അത് അന്ധവിശ്വാസത്തിലേക്ക് പോകും, പിന്നെ അത് മാനസിക കുഴപ്പത്തിലേക്ക് പോകും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇവരെ പോലുള്ള ഐതിഹ്യമാലയിൽ പറഞ്ഞ പ്രധാനത്താണെങ്കിൽ വിഷ്ണുമായയിൽ ശിവന്റെ പുത്രനായവൻ എന്നാണ് അയ്യപ്പനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഈ താന്ത്രിക വിധി പ്രകാരം പഠിച്ചിട്ടില്ലല്ലോ അയ്യപ്പന്മാർ അവിടെ വരുന്നത്. നിങ്ങളുടെ പിന്നെ ഫാദർ അവിടുത്തെ പൂജാരിയായിരുന്നു. ഞാൻ 10 കൊല്ലം സീസണിൽ മൊത്തം അവിടെ ഉണ്ടായിരുന്ന ഒരാളാണ്. സ്ത്രീ രണ്ടാമത് പറഞ്ഞില്ല. സ്ത്രീ അത് രണ്ടാമത് പറഞ്ഞില്ല. അതല്ല ഇവിടുത്തെ വിഷയം. സ്ത്രീ 18ാം പടിയുടെ താഴെ ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്. ഇയാൾക്ക് ഇത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അയ്യപ്പ ക്ഷേത്രം ഹിന്ദു ദൈവമേ അല്ല അയ്യപ്പൻ, അത് ബുദ്ധവിഹാരമായിരുന്നു. ചുമ്മാ പഴയ തെള്ളാണ്. ദൈവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? രാഹുൽ, അങ്ങനെ ഒരു ചെറിയ വിശ്വാസം ഉണ്ടല്ലോ. അല്ല, ഇതിന്റെ പ്രശ്നം എന്താ അറിയോ? ഈ ശരണം വിളി എന്ന് പറയുന്ന ബുദ്ധ സംസ്കാരത്തിൽ വരുന്നതല്ലേ? ഇത് പോട്ടെ, പെട്ടെന്ന് മനസ്സിലാകുന്ന ആർഗ്യുമെന്റ് പറയാം. ശബരിമല ക്ഷേത്രത്തിന് 5000 മുതൽ 5500 വർഷം വരെ പഴക്കമുണ്ട്. ബുദ്ധന് 2500 വർഷമേ പഴക്കമുള്ളൂ. അവിടെ ധർമ്മശാസ്താവിന്റെ പ്രതിഷ്ഠയാണ്. ബുദ്ധൻ മാത്രമല്ല, ശബരിമലയിൽ ജൈന പ്രതാപകാലത്ത് ജൈന സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബൗദ്ധ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ശങ്കരാചാര്യന്റെ കാലത്ത് ശങ്കരന്റെ സ്വാധീനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ? പഴയ ശ്രീനാരായണ ഗുരുവാണ്. ആ ശ്രീനാരായണ ഗുരുവിന്റെ സ്വാധീനം ഉണ്ടാകുന്നത് പോലെ ഇവരുടെ ചരിത്രത്തിൽ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം, ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം അങ്കോർവത്ത് എന്ന വിഷ്ണു ക്ഷേത്രമാണ്, നമുക്കെല്ലാം അറിയാം. അത് ഭരിക്കുന്ന ബുദ്ധിസ്റ്റുകളാണ്. ഈ ബുദ്ധനും ഹൈന്ദവവും ജൈനവും സനാതന ധർമ്മത്തിന്റെ ഭാഗങ്ങളായി വന്നതാണ്. ഇത് ബുദ്ധ ദൈവം ഒന്നുമല്ല. കാര്യം ബുദ്ധിസ്റ്റുകൾക്ക് വിഗ്രഹാരാധന ഇല്ല. അതൊക്കെയാണ് അതിന്റെ ബേസ് അറിയേണ്ടത്. ഇതെല്ലാം ചരിത്രത്തിന്റെ സാംസ്കാരിക സ്വാധീന സംസ്കാരത്തിൽ വിഗ്രഹാരാധന ഇല്ല എന്ന് പറയുന്നത് പഴഞ്ചൻ തെറ്റാണ്. നമ്മൾ കാലാകാലങ്ങളായിട്ട് എല്ലാ അവകാശങ്ങളും സമരമുറയിൽ കൂടിയാണ് നമ്മൾ നേടിയെടുക്കുന്നത്. അതെന്തുമാവട്ടെ, ഈ ഒരു കാര്യത്തിലും ആ നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? ഈ സ്ത്രീകളുടെ അവകാശം അത് പോകാനുള്ള ധൈര്യം നമുക്ക് തന്നെ ഉണ്ടോ എന്നുള്ളത്.
അല്ല, അതിൽ ധൈര്യത്തിന്റെ പ്രശ്നമല്ല, ആ രീതിയിൽ പോകണം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ഏത് ക്ഷേത്രമാണെന്നുള്ള 1500-ലധികം സ്ത്രീകൾ പങ്കെടുത്തുകൊണ്ട് അത്തരത്തിലൊരു പ്രക്ഷോഭം നടന്നു. തമിഴ്നാട്ടിൽ ഇത്രയും യാഥാസ്ഥിതിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന തമിഴ്നാട്ടിൽ താലി പൊട്ടിച്ചെറിയുന്ന പ്രക്ഷോഭം, സ്ത്രീകൾ അത് സ്ത്രീവിരുദ്ധമാണ്, സ്ത്രീകളെ അടിച്ചമർത്തലിന്റെ ഭാഗമാണ്, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇവിടെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. എനിക്ക് രാഹുലിനെ പോലെ അത്രയും ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കി സംസാരിക്കാൻ ശേഷിയില്ല, അതുകൊണ്ടാണ്. അത് സ്ത്രീ ആയതുകൊണ്ടല്ല, അത് എന്താ പറയേണ്ടത്, രാഹുൽ അതാണ് ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമ്മുടെ ചരിത്രം ഇവിടെ ഇപ്പം നേരത്തെ ശ്രീ സജീന്ദ്രനൊക്കെ സൂചിപ്പിച്ചതുപോലെ ഈ എല്ലാത്തരം മനുഷ്യ അവകാശ നിഷേധങ്ങളും നിലനിന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിലെ അവകാശങ്ങൾ ഓരോന്നായി, ഒന്ന് അത് നിഷേധിക്കപ്പെടുന്നവർക്കൊരു ബോധം ഉണ്ടാവണം, ഇത് അവകാശ നിഷേധമാണെന്ന്. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ തന്നെ സ്ത്രീകൾ തന്നെ ഈ പറഞ്ഞ 10-നും 50-നും വയസ്സിന് പ്രായപരിധിക്ക് ഉള്ളിലുള്ളവർ തന്നെ അത് ഈ അവകാശം ഞങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുന്ന ഒരു മാത്രമല്ല, അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രപ്രവേശനം വേണം എന്ന് വാദിച്ചപ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ട, അത് പാപമാണ് എന്ന് ചിന്തിച്ചവരാണ് ബഹുഭൂരിഭാഗം താഴ്ന്ന ജാതിക്കാരും. അപ്പൊ അവരിൽ അവകാശബോധം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സങ്കീർണമാണെന്ന് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് ഒരു തീരുമാനമാക്കാൻ കഴിയുന്ന ഒരു പ്രശ്നമല്ല ശബരിമലയിലെ ഈ പറഞ്ഞ യുവതീ പ്രവേശനം. ഇവരെ 10 മുതൽ 50 വയസ്സ് വരെയുള്ളവരെ യുവതികളായിട്ടാണോ കണക്കാക്കേണ്ടതെന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഐക്യരാഷ്ട്രസഭയൊക്കെ 10 വയസ്സ് കൗമാരപ്രായമായിട്ടാണ് പറയുന്നത്. അപ്പോൾ സാങ്കേതികമായി അത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ വിധികളെല്ലാം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്, ഈ താന്ത്രിക വിധി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത് ഒരു പുരുഷാധിപത്യ മൂല്യബോധമാണ്. ഇപ്പോൾ നമ്മുടെ ഈ പ്രായപരിധിയിലുള്ള സ്ത്രീകൾ ഞങ്ങൾക്ക് പ്രവേശിക്കേണ്ട എന്ന് പറയുന്നവരിലും പ്രവർത്തിക്കുന്നത് ഉള്ളിലുള്ളത് ഈ പുരുഷാധിപത്യ മൂല്യ വ്യവസ്ഥയാണ്. നമ്മളിലൊക്കെയും അതുണ്ട്. അതിനെ ബോധപൂർവ്വം മറികടന്നാൽ മാത്രമേ നമുക്ക് ഭരണഘടനാ മൂല്യം സംരക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ മാത്രമേ നമുക്ക് മനുഷ്യ അവകാശങ്ങളെ കുറിച്ച് പറയാൻ പറ്റൂ. ഇത് നിഷേധിക്കപ്പെടുന്നത് മനുഷ്യാവകാശമാണ്. സ്ത്രീകളുടെ അവകാശം നിഷേധിക്കപ്പെടുന്നത് അത് മനുഷ്യാവകാശത്തിന്റെ നിഷേധമാണ്. ആ നിലയിൽ അതിനെ കാണത്തക്ക വിധത്തിൽ സമൂഹത്തിന്റെ ബോധ നിലവാരത്തെ കൂടി ഉയർത്തിക്കൊണ്ടുവേണം ഇത്തരത്തിലുള്ള വാദങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടാൻ. അതേസമയം കോടതിക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കാര്യത്തിലുള്ളത്, നിരീക്ഷണങ്ങൾ എന്നുള്ളതിനപ്പുറം, അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ എന്നുള്ളതിനപ്പുറം ഭരണഘടന എന്തു പറയുന്നു. നേരത്തെ രാഹുൽ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ 14 ആർട്ടിക്കിൾ 25, ഇത് രണ്ടും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു കൃത്യമായ നിലപാടിലെത്താൻ കഴിയണം. അതേസമയം സർക്കാരിനൊക്കെ എടുക്കാൻ കഴിയുന്ന ഒരു നിലപാടുണ്ട്. ഇവിടെ ഇപ്പോൾ സർക്കാർ പറഞ്ഞത് വിശ്വാസികൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കുന്നതാണ്. ആ വിശ്വാസികളിൽ ബിന്ദുകൃഷ്ണനെ പോലെയുള്ളവരും ഉണ്ട് എന്നുകൂടി സർക്കാർ തിരിച്ചറിയുന്നിടത്താണ് ഒരു ജനാധിപത്യ സർക്കാർ ഉണ്ടാവുന്നത്. ശബരിമലയിലേക്ക് സ്ത്രീകൾക്കുള്ള പ്രവേശനം എന്ന ചർച്ച ഇവിടെ തീരുന്നില്ല. വീണ്ടും അടുത്തയാഴ്ച ഇതേ നേരം കാണാം.